ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു വ്ളോഗാണ്. കാരണം നമ്മളെ ലൈഫിൽ ഫസ്റ്റത്തെ വണ്ടി എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു സൂപ്പർ ബൈക്ക് എന്നൊക്കെ പറയാവുന്ന എന്നാൽ ലോ പ്രൈസിലൊരു സാധനം. ഞാൻ ഏതാ വണ്ടി പറഞ്ഞു കൊടുക്കടാ? റോണിൻ. അങ്ങനെ ഒരുപാട് കാത്തു നിന്ന് എല്ലാ ഫീച്ചേഴ്സും കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചൊരു ബൈക്കാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അതാണ് നമ്മൾ പ്രൈസ് കുറഞ്ഞൊരു വണ്ടി എന്നാൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള വണ്ടി നമ്മൾ എന്താ പറയുക അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ളതാണിത്. ടി വി എസിൻ്റെ റോണിനാണ് കേട്ടോ. വണ്ടീൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളൊരു സാധനം എടുത്ത് ഒരു വണ്ടി എടുത്ത് ഫസ്റ്റത്തെ വണ്ടി എടുത്ത് അത് നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരാൻ പോവുകയാണ്. വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ചുറ്റിച്ച് കാണിച്ചു തരാം. നല്ല രീതിയിൽ നമ്മളെ എന്താ പറയുക സിഗ്നൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ 4 ഇൻഡിക്കേറ്റർ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓരോ മോഡ് നമുക്ക് ഡിസ്പ്ലേയിൽ സെറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഓണാക്കി ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് വണ്ടി ഇതാണ്. പിന്നെ സൈലൻസർ എടുത്ത് പറയേണ്ട സാധനമാണ്. നമ്മൾ വണ്ടി നോർമൽ സ്റ്റാർട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു ഫീലല്ല. വണ്ടി ഓടുമ്പോൾ ഒരു പൊട്ടലും കാര്യങ്ങളൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. അത് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ അതാണ് സൈലൻസർ. പിന്നെ വണ്ടി അത്യാവശ്യം 225cc വണ്ടി വരുന്നത്. പിന്നെ ഈ ഹെഡ്ലൈറ്റ് സംഭവം മോനെ ഫ്രണ്ടിൽ നിന്ന് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഒരാൾ റോഡ് മൂടി പോകുമ്പോൾ ഫസ്റ്റ് വിചാരിക്കുക ബുള്ളറ്റാണ്. ആ രീതിയിലാണ് വണ്ടിൻ്റെ അറേഞ്ചും കാര്യങ്ങൾ. സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ സിഗ്നൽ കാര്യങ്ങൾ മീറ്റർ നല്ലൊരു രീതിയിൽ മീറ്റർ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എനിക്കേതായാലും ബസ്സിൽ ഇഷ്ടപ്പെട്ടൊരു മീറ്റർ. എല്ലാ കാര്യങ്ങളും നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതേപോലെ വണ്ടീൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത്. ജസ്റ്റ് ഇനി വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. നല്ല സീറ്റ് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ടത് സീറ്റ് ഒരു രക്ഷയില്ല. നല്ല രീതിയിൽ ഇരിക്കുക, കംഫർട്ടാണ്. അല്ലേ പറയാനാ? സീറ്റ് എങ്ങനെയുണ്ട്? മിററും കാണിച്ചു കൊടുക്കും. മിറർ ഇതാ അടിപൊളി മിററാണ്. അഡ്ജസ്റ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ നമുക്ക് വേണ്ട രീതിയിൽ കൊടുക്കുക. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ കേട്ടോ. നമുക്ക് എവിടേക്ക് വേണം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ഒന്നും ആവാൻ പോകുന്നില്ല. കണ്ടോ, അടിപൊളിയാണ് സംഭവം. ഒരു രക്ഷയില്ല ടി വി എസിൻ്റെ ഈ ഒരു വണ്ടി. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ടി വി എസിൻ്റെ സർവീസ് എത്രത്തോളം ബെറ്റർ ആണെന്നൊന്നും അറിയില്ല. പക്ഷേ എങ്കിൽ ഒരാൾ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി റോണിൽ നിന്ന് തന്നെ ഈ ഒരു വണ്ടി ബേസ് മോഡൽ ബ്ലാക്ക് ഒരു രക്ഷയില്ല മക്കളെ. വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, മീറ്റർ ഓക്കെ. വാ ഇവിടെ സൈലൻസർ നിങ്ങൾ നോക്കണം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ആക്സിഡൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതിലുള്ള നോർമലി സൗണ്ടാണിത്. ആക്സിഡൻറ്റ് കൊടുക്കാണ്ടുള്ള സൗണ്ട്. എങ്ങനെയുണ്ട് സൗണ്ട്? ആക്സിഡൻറ്റ് കൊടുത്ത കുറച്ച് ഒരു രക്ഷയില്ല കേട്ടോ. ആക്സിഡൻറ്റ് രക്ഷയില്ല. നല്ല പവർ ഉണ്ട്. നല്ല രീതിയിൽ എയർ അടിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. വാ, ഏതാ സാധനം മക്കളെ. സൈലൻസർ നമുക്ക് എടുത്ത് പറയാനുള്ള ബ്രേക്ക് ലൈറ്റ് ഒരു നല്ല അടിപൊളി ഒരു ഷേപ്പിലാണ്. ആദ്യം ഞാൻ നോക്കി ഫസ്റ്റ് ഇതിന് കുറച്ച് മുമ്പത്തെ മോഡലൊക്കെ കുറച്ചൊരു അല്ലേ കുറച്ച് റൗണ്ട് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു വൃത്തിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനം എക്സ്ട്രാ വന്നതാണ്. ഇത് മുമ്പത്തെ മോഡലിൽ ഇല്ലായിരുന്നു. നമുക്ക് നമ്മളെ നാട്ടിൽ ഏറ്റവും ബെറ്റർ ആണ്. കാരണം ചളി ഇറക്കാതിരിക്കാനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ കാര്യമായിട്ട് ഒരാൾ രക്ഷയില്ല. സൈലൻസർ വണ്ടി ഓടിക്കാൻ സ്മൂത്ത് മക്കളെ. പിന്നെ നമ്മൾ ജസ്റ്റ് ആക്സിഡൻറ്റ് കൊടുക്കാണ്ട് തന്നെ വണ്ടി ഏകദേശം ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വണ്ടി ഇപ്പോൾ സ്മൂത്തായി പോകുന്നത്. ഓഫ് ആവുന്ന ഒരു സംഭവമില്ല കേട്ടോ. പിന്നെ ഒരു 60 km/h പോയി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. 60-ലൊക്കെ സ്മൂത്ത് ആയിട്ട് വണ്ടിന്റെ നോർമൽ പറയട്ടെ. അല്ലല്ല, ഹാൻഡില് മറ്റേ ജെർക്കിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നോർമൽ ആ വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് പറയാം. കുഴപ്പമില്ല. വണ്ടി 60-ലും 70-ലും പോയാലും വണ്ടിന്റെ ഹാൻഡിലിന് ഒരു ജെർക്കും ഇല്ല. സത്യം പറഞ്ഞാൽ റിവ്യൂസ് ഒക്കെ കണ്ട പോലെ തന്നെ വണ്ടി ചോദിക്കുകയാണ് എന്താണ് ജെർക്കിങ് എന്ന്. ഈ 60-70-ലൊക്കെ നമുക്ക് കണ്ണും പൂട്ടി ഓടിക്കാം. നല്ല ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ്. വണ്ടി ഹാൻഡിലൊന്നും ഒരു ജെർക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സെറ്റാണ്. ആവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബുള്ളറ്റിനേക്കാളും വെയിറ്റ് ഉണ്ട്. ഇവനിപ്പോൾ നോർമലി ഫർഹാനൊക്കെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ചെരിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സേഫ്റ്റി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. സംഭവം വണ്ടി എന്തെങ്കിലും മറിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കൊന്നും പറ്റാൻ പാടില്ല. വണ്ടി അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ. ഒരു ബുള്ളറ്റിനൊക്കെ വെയിറ്റ് ഉണ്ട് എന്ന് തന്നെ പറയാം. ജസ്റ്റ് തിരിച്ചാൽ ചോക്കാം. ഇവനക്ക് കാല് അനുഭവം എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് എത്തുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നല്ല വെയിറ്റ് ആട്ടോ സംഭവം. ഒരു നോർമൽ നമ്മൾ തിരിക്കുമ്പോൾ ഒക്കെ ഒന്ന് നോക്കണം. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. ഇൻഡിക്കേറ്റർ ലൈറ്റ് കാണിച്ചാ ഏതാണ് ലൈറ്റ് ഇവിടെ ഓപ്ഷൻ നോക്കാം. ഓഫ് ആക്കിയാ അയ്യോ സിഗ്നൽ ഇട്ടാ പാസ് കാണിച്ചു തരാം. അയ്യോ ലൈറ്റ് ഒന്നും രക്ഷയില്ല കേട്ടോ. സിംഗിള് 4 ഇൻഡിക്കേറ്റർ ഇട്ടാ. വാ, എടുക്കാം. മൈക്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. സൈലൻസറിൻ്റെ പവർ എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടോ. വിയോ വീണ് പോകുമെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ട്രൈ ആണ്. മൈക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം സൈലൻസറിൻ്റെ പവർ ഉണ്ട് നോക്കാം. എന്നിട്ട് നമുക്ക് വിട്ട് നിന്നിട്ട് ഷൂട്ട് ചെയ്യാം. വണ്ടി പിന്നെ എടുക്കട്ടെ. കൊഴിഞ്ഞ് പോയില്ലേക്കാരല്ലേ നോക്കാം എങ്ങനെ ഉണ്ട്.
സൈലൻസറിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കാണാമല്ലോ. ഈനിട്ടോ സാധനം പോയിട്ടില്ല. ഏതാ പവർ. മൈക്ക് സെറ്റായിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇല്ലാത്ത രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ മൈക്കിൻ്റെ പെർഫോമൻസ് പോലെ കേട്ടോ. മൈക്ക് ഒരു രക്ഷയില്ലാതെ അവിടെ നിന്ന് സാധനം കേട്ടോ. ഞാൻ നിൽക്കില്ല, ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. ഏതായാലും അവിടെ നിന്നിട്ടുണ്ട്. വണ്ടി ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ജീവിതത്തിലെ ഫസ്റ്റത്തെ വണ്ടിയാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ. സ്വന്തമായിട്ട് എടുക്കുന്ന ഫസ്റ്റ് വണ്ടി. പിന്നെ ഒരു നല്ലൊരു നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കിട്ടുകയാണെങ്കിൽ ലക്കായിരിക്കും. പിന്നെ എന്താ, ഇത് നമ്മളെ ലൈഫിലെ ഫസ്റ്റ് വണ്ടിയാണ്. മാക്സിമം നല്ല രീതിയിൽ നോക്കും. ഞാൻ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് പേര് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാനൊരു സംഭവം പറഞ്ഞേട്ടെ. ഞാൻ ഏകദേശം ഒരു 18 വയസ്സാവുന്നതിന് മുമ്പ് 17 വയസ്സിൽ തുടങ്ങിയാണ് ഒരു വണ്ടി എടുക്കാനുള്ള ആഗ്രഹം. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒരു വണ്ടി പോയി നോക്കി. ഞാൻ എബ്സെറ്റ് ഭ്രാന്തനായിരുന്നു സത്യം പറഞ്ഞാൽ. അത് എടുക്കാൻ പോയി. പക്ഷേങ്കിൽ ക്യാഷും കാര്യങ്ങളൊന്നും റെഡി ആയില്ല. 17 വയസ്സുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടുകാരൊന്നും പൈസ തന്നിട്ടില്ലായിരുന്നു ആ സമയത്ത് കേട്ടോ. എന്നിട്ട് ഞാൻ ആഗ്രഹം ഉപേക്ഷിച്ച് പിന്നെ 18 ലൈസൻസ് എടുത്ത്. ആ സമയത്ത് എനിക്ക് വളരെ ആഗ്രഹമാണ് വണ്ടി എടുക്കാൻ. ഞാൻ ഷോറൂമിൽ പോയി. ഫസ്റ്റ് ഞാൻ നോക്കുന്നത് സ്കൂട്ടി ആയിരുന്നു. പക്ഷേങ്കിൽ അതും നമ്മളെ സാഹചര്യം പോലെ സാമ്പത്തികം ബുദ്ധിമുട്ടായി, അത് പോയി. ഇപ്പോൾ ഏകദേശം 5 വർഷം, ഇപ്പോൾ 23 വയസ്സാണ് എനിക്ക്. 5 വർഷത്തിന് ശേഷം ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി എടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതും തന്നെ നമുക്ക് ഒരുപാട് ലോണും കാര്യങ്ങളും എല്ലാവരും പോലെ തന്നെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് അടച്ചു തീർക്കാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പോട് കൂടി എടുത്തിട്ടോ. ഒരുപാട് നന്ദി. ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സ്വപ്നം കാണുക, കണ്ടുകൊണ്ടിരിക്കുക. ഇന്നലെ നാളെ ചെയ്യും. ഞാൻ തന്നെ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു വണ്ടി എന്ന സ്വപ്നത്തിലേക്ക് എത്തിയിട്ടോ. അതുപോലെ എല്ലാവരും മാക്സിമം എഫേർട്ട് ഇടുക. എന്താ അവസാനമായിട്ട് പറയാനുള്ളത്? ഡ്രീം ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യണം. എത്ര ശ്രമിച്ചാലും കുഴപ്പമില്ല, ഒരു നാൾ അത് നേടിയെടുക്കണം. അത്രേ ഉള്ളൂ. ഞാൻ ഈ ഒരു സത്യം പറഞ്ഞാൽ വണ്ടി വേറെ പലതും നോക്കിയിട്ട് ഈ വണ്ടിയിലേക്ക് എത്തിയിട്ടോ. കാരണം നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണം, നമ്മളെ കൊക്കിൽ ഒതുങ്ങണം, എന്നാൽ വണ്ടി അടിപൊളിയായിരിക്കണം. അങ്ങനെ നോക്കിയപ്പോൾ ടി വി എസിൽ ഇപ്പോൾ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വണ്ടി എന്ന് ഞാൻ പറയും. പിന്നെ ഒരുപാട് പേര് വണ്ടി എടുത്തവരുണ്ടാവും, ഈ വണ്ടി ഉപയോഗിക്കുന്നവരുണ്ടാവും. പിന്നെ എനിക്കൊരു മൈനസ് എന്ന് പറയാനില്ല, പക്ഷേ കുറേ റിവ്യൂസ് ഞാൻ കണ്ടിട്ട് തന്നെയാണ് സാധനം എടുത്തത്. കൂടുതൽ നമ്മളൊരു 30 കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ഇവിടെ ഒരു ഹീറ്റ് പോലെ തോന്നുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇഞ്ചിന് ഇതായത് ഡയറക്റ്റ് ഹീറ്റ് ഇതിമെന്ന് വരിക, ടാങ്കുമെന്നല്ല എന്നാണ് എനിക്ക് വരാമല്ലോ കേട്ടോ. ടാങ്കല്ല ഹീറ്റ് ആവുന്നത്. ഒരുപാട് ഞാൻ ചില റിവ്യൂസ് ഞാൻ കണ്ട് ഹീറ്റ് തോന്നുന്നുണ്ട് എന്ന്. പക്ഷേങ്കിൽ ഇഞ്ചിന് ഈ ഒരു സാധനത്തുമെന്നാണ് കൂടുതൽ നമുക്ക് ഹീറ്റ് മേലേക്ക് വരുന്നത്. നമുക്ക് ടാങ്കുമെന്നായിട്ട് ഫീൽ ചെയ്യാം കേട്ടോ, ടാങ്കിൻ്റെ അല്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം എഫേർട്ട് ഇടുക, നേടിയെടുക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.